എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ 4 ഘട്ടങ്ങളിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഈ ഒരു തരത്തിൽ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെ വീണ്ടും വീണ്ടും എക്സാമുകൾക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത എക്സാമിന് പോകുന്ന ആൾക്കാർ നമ്മൾ കുറച്ചും കൂടെ സ്മാർട്ട് സ്റ്റഡിക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കണം അല്ലേ? അപ്പോൾ ഈ ടോപ്പിക്കിന് ആദ്യം പ്രിഫറൻസ് കൊടുക്കുക. ഇത് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊക്കെയാണ് ടോപ്പിക് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് പോക്സോ. പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. നമ്മൾ പോക്സോനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇന്നലെ നടന്നിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതായിരുന്നു. പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് വകുപ്പാ? വിഭാഗം 14 ആണ് കേട്ടോ. വിഭാഗം 14. അപ്പൊ ഓരോ വിഭാഗവുമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ കോഡ് ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് ഫോളോ ചെയ്യുക, പഠിക്കുക കേട്ടോ. ഇനി ഇതിന് മുമ്പത്തെ ഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പോക്സോ നിയമം നിലവിൽ വന്നിട്ടുള്ളത് ഏത് വർഷമാണ്? ഏത് വർഷമാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 2012 അല്ലെ? 2012 കാര്യം അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ. ഇനി അടുത്തത് 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. എത്ര ദിവസത്തിനുള്ളിലാണ് രേഖപ്പെടുത്തേണ്ടത്? 30 ദിവസം അല്ലെ? അപ്പൊ ഇതെല്ലാം നമ്മുടെ ഈ കഴിഞ്ഞ LDCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. 30 ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിനെയാണ് നമ്മൾ കുട്ടി എന്ന് പറയാ അല്ലെ? അപ്പൊ അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ 2024 എക്സാമുകളൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഈ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? കുട്ടി എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, 2012 പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താ ഓപ്ഷൻ കൊടുത്തില്ലേ? പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. അത് ഏത് വകുപ്പ് അനുസരിച്ചിട്ടാ പറഞ്ഞിട്ടുള്ളത്? വകുപ്പ് 28 അനുസരിച്ച്. അത് ശരിയാണ്. ഇനി അടുത്ത പോയിന്റ്, പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. അതും കറക്റ്റ് ആണ് അല്ലെ? ഇനി പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. അത് ശരിയല്ല. നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. കുട്ടിനെ പേടിപ്പിക്കാതിരിക്കാനൊക്കെ ആയിട്ട് അല്ലെ? ഇനി നാലാമത്തെ പോയിന്റ് നോക്കിയേ. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം. അപ്പൊ ഇതാണ് ഇതിലത്തെ തെറ്റായിട്ട് വന്നിട്ടുള്ള ആൻസർ അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ടാ വരിക? 1, 2, 3. ശരി, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അപ്പോ പോക്സോയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാവരും അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അതിന്റെ ഓരോ സെക്ഷൻസും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഗാർഹിക പീഡനം അല്ലെ? ഗാർഹിക പീഡന നിരോധന നിയമം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഇന്നലത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? ഏത് വകുപ്പാണ്? വിഭാഗം 3 ആണ് അല്ലെ? വിഭാഗം 3 ആണ്. ഇനി കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, കഴിഞ്ഞ ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിന് ഇരയായിട്ടുള്ള ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? അപ്പൊ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? സംരക്ഷണ ഉത്തരവുകൾ ശരിയാണ്, താമസ ഉത്തരവുകൾ ശരിയാണ്, പണാശ്വാസം അല്ലെ? അപ്പൊ ഇതെല്ലാം കൊടുക്കണം അല്ലെ? സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, അതുപോലെ തന്നെ പണാശ്വാസം. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. 2005 നിയമപ്രകാരമാണ്. സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് 1 വർഷം വരെ തടവോ 20,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ 5 പേരിൽ വെച്ചിട്ട് നമ്മൾ അടിച്ചു എന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ 2005 അതിന്റെ നിയമം വന്നിട്ടുള്ളത്. അപ്പോ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്ക്. 1 വർഷം വരെ തടവോ അതേപോലെ തന്നെ 20,000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടുമാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ പോക്സോ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതേപോലെ തന്നെ ഗാർഹിക പീഡന നിയമവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം.
അപ്പൊ എന്താണ് ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനം? എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ഓരോന്നിന്റെയും നിർവചനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായിട്ടുള്ള ആളിനെ ഉപദ്രവിക്കുക. അത് ശരിയാണ് അല്ലെ? അത് ഗാർഹിക പീഡനത്തിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് വരുന്ന ഒരു സെന്റൻസ് ആണ്. സ്ത്രീധനം തേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക. അതും ശരിയാണ് കേട്ടോ. അപ്പൊ സ്ത്രീധനം ഒക്കെ ഇതിന്റെ കേസിൽ വരുന്നതാണ്. ഇനി സാമ്പത്തിക ചൂഷണം, അതും ശരിയാണ്. അതായത് മുകളിൽ പറഞ്ഞവയെല്ലാമാണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. ഇനി ഗാർഹിക പീഡനത്തിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാ പറ്റുന്നത്? മജിസ്ട്രേറ്റിനാണ് അല്ലെ? മജിസ്ട്രേറ്റിനാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഹരിത വിപ്ലവം. അപ്പൊ ഇതിന്റെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ എല്ലാം വീഡിയോ ക്ലബ് ചെയ്തിട്ട് ഒറ്റ സിംഗിൾ വീഡിയോ ആയിട്ട് കൊടുത്തേക്കാം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? 3-ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് അല്ലെ? അപ്പൊ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിരുന്നത് 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതാണ് 3-ാം പഞ്ചവത്സര പദ്ധതി. അത് തന്നെയാണ് ഇന്നലത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ അല്ലെ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് എം.എസ്. സ്വാമിനാഥൻ ആണ് അല്ലെ? ഓക്കെ. ഇനി ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ NCERT-യിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സുകളാണ് കേട്ടോ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ പോയിന്റ് നോക്കാം. ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവ് ശരിയാണ്. വരുമാന വർധനവ് ശരിയാണ്. ഗ്രാമീണ അസമത്വം അതിന്റെ നേട്ടമായിട്ട് പറയുന്ന കേസാണോ? നേട്ടമാണോ? അല്ല അല്ലെ? നമുക്കറിയാം അതെന്തായാലും നേട്ടമല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, ഗ്രാമീണ അസമത്വം. തൊഴിൽ വർധനവ് ശരിയാണ് അല്ലെ? ഓക്കെ. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന നമുക്ക് നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ശരിയാണ് അല്ലെ? ഭക്ഷ്യ ഉൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഇതെല്ലാം NCERT-യിൽ അതേപോലെ തന്നെയുള്ള ലൈൻസുകളാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ നോക്കിയേ. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തി. അതും കറക്റ്റ് ആണ് അല്ലെ? ഇനി 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. അത് തെറ്റാണ്, നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? എന്താ, 1-ാം പഞ്ചവത്സര പദ്ധതി അല്ല, 3-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? അപ്പോ ഇതേപോലെ തന്നെ ഓരോ എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് അടുത്ത ഘട്ടത്തില് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും നോക്കി പോവാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത് നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 ഘട്ടങ്ങളിലും ചോദിച്ചുള്ള ഒരു ടോപ്പിക് ആണ്. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, ഇതാണ് വരാത്തത് കേട്ടോ. അപ്പൊ ബാക്കിയെല്ലാം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് വായിച്ചു പോകണം അല്ലെ? അറിഞ്ഞു പോകണം. മത്സരപരവും സഹകരണപരവുമായിട്ടുള്ള ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അത് കറക്റ്റ് ആണ്. പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു. നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ഇതിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇവിടെ വരാത്ത കാര്യം ചോദിക്കുകയാണെങ്കിൽ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, അതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് പറയുന്നത്. ഇനി നീതി ആയോഗ് സ്ഥാപിതമായിട്ടുള്ള വർഷം ഏതാ? 2015-ലാണ് അല്ലെ? 2015-ലാണ് നീതി ആയോഗ് സ്ഥാപിതമായിട്ടുള്ള വർഷം. ഓക്കെ. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. ഓക്കെ, എന്റെ കൂടെ തന്നെ പഠിച്ചു പോവാട്ടോ. ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു. ആർക്ക്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കേട്ടോ. ഇനി വിദഗ്ധോപദേശ സമിതി ആയി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം കറക്റ്റ് ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ ഏതാണ് ഉൾപ്പെടാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. നമ്മൾ മാച്ച് ദി ഫോളോയിങ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടല്ലോ അല്ലെ? ഇത് മാച്ച് ദി ഫോളോയിങ് ആണ്, ഇതിന്റെ ആൻസർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം.
ഫസ്റ്റ് വൺ അടൽ ഇന്നോവേഷൻ മിഷൻ. അതിന് ആൻസർ ആയിട്ട് വരുന്നത് സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക അല്ലെ. ഇനി അടുത്തത് മെത്തനോൾ സമ്പദ്ഘടന. അതിന്റെ ആൻസർ ആയിട്ട് എന്താ വരുന്നത്? അതിന്റെ ആൻസർ വരുന്നത് എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക. ഇനി മൂന്നാമത്തെ സഹകരണ ഫെഡറലിസം അല്ലെ. അതിന് ആൻസർ ആയിട്ട് വരുന്നത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇനി നാലാമത്തെ ശൂന്യ ക്യാമ്പയിൻ. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ? ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 1B, 2C, 3D അതുപോലെ തന്നെ 4A ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നീതി ആയോഗിനും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഇനിയുള്ള ഘട്ടങ്ങളിൽ സ്റ്റുഡൻസ് തീർച്ചയായിട്ടും പഠിച്ചു പോവാട്ടോ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് വിവരാവകാശ കമ്മീഷൻ അല്ലെ. അപ്പൊ വിവരാവകാശ നിയമം അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണോ ആദ്യം വരുന്നത് അതനുസരിച്ചിട്ട് കേട്ടോ. ഒന്നല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഇനി അടുത്ത ചോദ്യം, ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? ഓക്കെ, വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. അത് കറക്റ്റ് ആണ്. ബി, രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. അത് കറക്റ്റ് ആണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക. അതും കറക്റ്റ് ആണ് അല്ലെ. മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ 3 ഓപ്ഷൻസും എല്ലാവരും പഠിച്ചേക്കുക കേട്ടോ. വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നലത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അടുത്ത ചോദ്യം ഇന്നലെ തന്നെ ചോദിച്ചിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കുവാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ്? അപ്പൊ ഇതും നമ്മുടെ ഇൻഫർമേഷൻ അല്ലെ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. അതിന്റെ ആൻസർ വരുന്നത് 25,000 രൂപയാണ്. എത്രയാണ്? 25,000 രൂപയാണ് കേട്ടോ. ഇനി വിവരാവകാശ നിയമപ്രകാരം ഇന്നലത്തെ എക്സാമിന് ചോദിച്ചാൽ അടുത്ത ചോദ്യമാണ് കേട്ടോ. 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ കേസിലാണ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും മുൻവിധി കാണിക്കുക. കറക്റ്റ് ആണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കുന്നു. കറക്റ്റ് ആണ്. ഏതൊരു വ്യക്തിയുടെയും ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുക. കറക്റ്റ് ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞ ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള അടുത്ത ചോദ്യമാണ് 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. അപ്പൊ 2ാം വകുപ്പിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോ വകുപ്പും അനുസരിച്ച് പഠിച്ചു പോകണം കേട്ടോ. ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പുകൾ എടുക്കൽ, അതും ശരിയാണ്. മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള സാമ്പിളുകൾ എടുക്കൽ, അതും ശരിയാണ് അല്ലെ. അപ്പൊ മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം വിവരാവകാശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിലെ ഗവർണർ ആണ് കേട്ടോ. ആരാണ്? സംസ്ഥാനത്തിലെ ഗവർണർ ആണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക് ആണ്. അപ്പൊ ഇത്രയും നമ്മൾ പറയുന്ന ടോപ്പിക്കുകൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഈ 4 ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായിട്ടുള്ള സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉപഭോക്തൃ അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഉപഭോക്തൃ സാധനങ്ങൾ നിയന്ത്രിക്കുന്നതിന്, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യണം, അത് നടപ്പിലാക്കുകയും ചെയ്യണം അല്ലെ. അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഏത് വർഷമാണ്? 2019 ആണ് കേട്ടോ. 2019 പ്രകാരം. ഇനി കഴിഞ്ഞ ഘട്ടത്തിൽ ചോദിച്ചുള്ള ചോദ്യം നമുക്ക് നോക്കാം. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ബോഡികൾ ഏതാണ്? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഏതാണ്? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ചൂഷണത്തിനുള്ള അവകാശമാണ് ഉറപ്പ് തരാത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല ചോദിക്കുകയാണെങ്കിൽ
ചൂഷണത്തിനുള്ള അവകാശം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏതാണ്? നിസ്വാർത്ഥ സേവനങ്ങൾ. അപ്പൊ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? പഠിച്ചു വെച്ചേക്കണം. ഗതാഗതം, ഇൻഷുറൻസ്, വാർത്താ വിതരണം. ഗതാഗതം, ഇൻഷുറൻസ്, വാർത്താ വിതരണം. ഉൾപ്പെടാത്തത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നിസ്വാർത്ഥ സേവനങ്ങൾ. ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിച്ചത്? ഓക്കെ, ഇനി നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. 4 ഘട്ടങ്ങളിലും വന്നിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് NHRC അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ്. ഓക്കെ, മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഏതാണ് ആൻസർ? ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിച്ചത് അല്ലെ? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. പിന്നെ NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? 6 അംഗങ്ങൾ അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ചുള്ള ഉചിതമായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ, അത് കറക്റ്റ് ആണ്. പിന്നെ അടുത്ത് നോക്കിയേ, മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു, അതും കറക്റ്റ് ആണ്. ഇനി മുൻ ഹൈക്കോടതി ജഡ്ജിമാർ ആയിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു, തെറ്റാണ്. ഇനി 4ാമത്തെ ഓപ്ഷൻ, മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായിട്ട് വരുന്നു, അത് ശരിയാണ് അല്ലെ. സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 4ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കമ്മീഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അതേപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഘട്ടങ്ങളിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മുടെ പദ്ധതികൾ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പദ്ധതികളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്ലാസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ് കാണാം. അതിൽ നിന്ന് തന്നെ ഒരു 3 പദ്ധതികൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നലെ നടന്നിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പദ്ധതികൾ പഠിക്കണം. അതിപ്പോ കേന്ദ്ര സർക്കാർ പദ്ധതികളായിക്കോട്ടെ, കേരള സർക്കാർ പദ്ധതികളായിക്കോട്ടെ, എന്തായാലും അത് കറക്റ്റ് ആയിട്ട് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പദ്ധതികൾ പഠിച്ചെടുക്കുക. പിന്നെ നമുക്ക് എക്സാം അടുക്കും തോറും നമ്മൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണ അനുസരിച്ചിട്ട് നിങ്ങളുടെ മൈൻഡിൽ അത് കുറച്ചും കൂടെ നിന്നോളും കേട്ടോ. അല്ലെങ്കിൽ എല്ലാ പദ്ധതികളുമായിട്ട് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കുക കേട്ടോ. മാക്സിമം എൻജോയ് ചെയ്ത് പഠിക്കുക. ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇനി നമുക്ക് ഇത്രയും ദിവസം ഉണ്ട്. എന്തായാലും മാക്സിമം നന്നായി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു വരാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും ബൈ.